15ാം കേരള നിയമസഭയുടെ 16ാമത്തെയും അവസാനത്തേതുമായ സമ്മേളനത്തിന് നാളെ തുടക്കം. ജനുവരി 20 മുതൽ മാർച്ച് 26 വരെ 32 ദിവസം നീളുന്ന സമ്മേളനത്തിൽ പൂർണ്ണ ബജറ്റ് അവതരണത്തിന് സർക്കാർ, ശബരിമല സ്വർണ്ണ കവർച്ചയിലടക്കമുള്ള ഭരണ പ്രതിപക്ഷ പോർവിളികൾ സമ്മേളന കാലയളവിനെ പ്രക്ഷുബ്ധമാക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം ജനുവരി 20 മുതൽ മാർച്ച് 26 വരെ 32 ദിവസങ്ങളാണ് സമ്മേളിക്കുക. 20-ാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ 21-ാം തീയതി അന്തരിച്ച പ്രമുഖർക്കും മുൻ നിയമസഭാംഗങ്ങൾക്കുമുള്ള ചരമോപചാരം അർപ്പിക്കും. 22 മുതലാണ് നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച. ജനുവരി 29-ന് മന്ത്രി KN ബാലഗോപാൽ തന്റെ 6ാമത്തെ ബജറ്റ് അവതരിപ്പിക്കും. സർക്കാരിന്റെ കാലാവധി കഴിയാൻ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനാണ് സാധ്യത. ബജറ്റ് ചർച്ച ചെയ്ത് സഭ പാസാക്കുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ 6 മാസത്തെ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാനും സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന്റെ കരുത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന കാലയളവായതിനാൽ സർക്കാരിനെ സഭയ്ക്കുള്ളിൽ പരമാവധി പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ശബരിമല സ്വർണ്ണക്കവർച്ചയും CPM നേതാക്കളുടെ അറസ്റ്റും അന്വേഷണത്തിലെ സർക്കാർ ഇടപെടലുമെല്ലാം സഭയിൽ ഉന്നയിക്കപ്പെടും. കോൺഗ്രസ് കാലത്തെയും കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡുകളുടെയും കാലത്തെക്കുറിച്ചുമുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിയായിരിക്കും സർക്കാരിന്റെ പ്രതിരോധം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ഭരണപക്ഷം ഉയർത്തും. 3ാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ ജാമ്യം ലഭിച്ചാൽ സഭയിലെത്തുമോ എന്നതാണ് ആകാംക്ഷ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടും കഴിഞ്ഞ സമ്മേളനത്തിൽ രാഹുൽ സഭയിലെത്തിയത് പാർട്ടിക്ക് ക്ഷീണമായി മാറിയിരുന്നു. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അയോഗ്യനാക്കപ്പെട്ട മുൻമന്ത്രി ആന്റണി രാജുവിന് സഭയിലെത്താനാകില്ലെന്നത് ഭരണപക്ഷത്തിനും ക്ഷീണമാണ്. ഇരുമുന്നണികളുടെയും SDPI ജമാഅത്തെ ഇസ്ലാമി ബന്ധങ്ങളും വർഗീയ പ്രീണന നയങ്ങളും പരാമർശങ്ങളും സമുദായ സംഘടനാ നേതാക്കളുടെ വിമർശനങ്ങളുമെല്ലാം സഭയിൽ ചർച്ചയാകും. ജനം, തിരുവനന്തപുരം.